എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിലത്തെ കുറച്ച് കൊങ്ങിണിപ്പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. പല നാട്ടിലും ഇതിന് പല പേരായിരിക്കും പറയുക. അരിപ്പൂവ്, വേലിപ്പൂവ്, അങ്ങനെ കൊങ്ങിണി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ കൊങ്ങിണിപ്പൂവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ ഒരു ചെടി വെച്ചാൽ തന്നെ നിറയെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ള കുറച്ച് കൊങ്ങിണിപ്പൂക്കളുടെ കളക്ഷൻസ് നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ടുള്ള ഒരു കൊങ്ങിണിപ്പൂവാണ് കേട്ടോ, ഈ മഞ്ഞ കളറിലുള്ള കൊങ്ങിണിപ്പൂവ്. ഇതൊരു വലിയ ചെടിയാണ്. ഞാനിപ്പോൾ അതിനെ മഴയൊക്കെ ആയപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ശാഖകളൊക്കെ വന്ന് അതിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിറയെ പൂവിടും. ഇപ്പോൾ മഴയായ കാരണമാണ് കേട്ടോ പൂവ് കുറഞ്ഞിരിക്കുന്നത്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കൊങ്ങിണിപ്പൂക്കളെ കുറിച്ചിട്ടുള്ള കെയറിങ്, പ്രൊപ്പഗേഷൻ, വളപ്രയോഗങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. ഇത് പണ്ട് നമ്മുടെ പാടങ്ങളിലും വേലികളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവന്നിരുന്നതാണ് നമ്മുടെ ഈ കൊങ്ങിണിപ്പൂക്കൾ. പക്ഷേ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളും ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. എൻ്റെ കയ്യിൽ 2-3 ഹൈബ്രിഡ് വെറൈറ്റിയും അതുപോലെ തന്നെ 2 നാടൻ വെറൈറ്റികളുണ്ട് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റികളാകുമ്പോൾ അധികം ഉയരം വയ്ക്കാതെ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നാടൻ വെറൈറ്റികളൊക്കെ ആകുമ്പോൾ കുറച്ച് ഹൈറ്റ് വെച്ച് പോകുന്ന രീതിയിലാണ് അത് വളരുക. എന്നാലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. വർഷത്തിൽ എല്ലാ സമയവും നമുക്ക് ഇതിൽ പൂക്കളുണ്ടാവും. മഴയെന്നോ വെയിലെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇതിൽ പൂക്കളുണ്ടാവും. എന്നാൽ കൂടി വെയിലത്താണ് ഇതിൽ കൂടുതൽ പൂക്കളുണ്ടാവുക. ഈ ചെടി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാം. പല കളറിലുള്ള ചെടികൾ നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. എൻ്റെ ഗാർഡനിൽ ഇതിൻ്റെ ഒരു 5 കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ 4 കളർ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. ഒരെണ്ണം വിരിഞ്ഞിട്ടില്ല, ഞാൻ വെച്ചിട്ടേ ഉള്ളൂ. അത് ഞാൻ പൂവാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ചെടിക്ക് സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ടാലും ഈ ചെടിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. വെയിൽ കിട്ടുന്നതിനനുസരിച്ച് പൂക്കളുടെ എണ്ണവും കൂടും. ഫുൾ ടൈം വെയിൽ കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വെള്ളവും അത്ര അത്യാവശ്യമാണ്. നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം 2 നേരം. ഇനി ഇതിൻ്റെ വളപ്രയോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിന് സാധാരണയായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് പൂടുകയും ചെയ്യും. അത് അല്ലെങ്കിൽ അതുപോലെ രാസവളങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് NPK 19-19-19 പോലുള്ള വളങ്ങൾ നമുക്ക് മാസത്തിൽ ഒരിക്കൽ നമുക്കിതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിറയെ പൂക്കളുണ്ടാവും. ഞാൻ സാധാരണ കൊങ്ങിണിപ്പൂക്കൾക്ക് ഇട്ട് കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയും നമ്മുടെ എല്ലുപൊടിയാണ്. അത് നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ധാരാളം പൂക്കളും ഇതിലുണ്ടായി കിട്ടാറുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്, നഴ്സറികളിൽ നിന്നൊക്കെ തൈ മേടിച്ച് വെക്കുമ്പോൾ ആ ഒരു തവണ മാത്രമേ ഫ്ലവർ ചെയ്യുന്നുള്ളൂ, പിന്നെ ചെടി പൂക്കൾ ഉണ്ടാവുന്നില്ല, കേടായി പോകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന മണ്ണോട് കൂടി നമ്മൾ ചട്ടിയിലേക്ക് വെക്കാതെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വേരിനൊക്കെ ഒന്ന് ഫ്രീ ചെയ്ത് നമ്മുടെ അടിവളങ്ങളൊക്കെ കൊടുത്ത് മാറ്റി നട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായി കിട്ടും. കൂടാതെ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഫെർട്ടിലൈസേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ലെൻഡാനയ്ക്കും കൊങ്ങിണിക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണാം കേട്ടോ. മഴ സമയങ്ങളിൽ നമ്മൾ ഈ ലിക്വിഡായിട്ട് ഫോമിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ കുറച്ച് പൊടി രൂപത്തിലുള്ള ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്നത് ഒരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു പിങ്കും ഒരു ഓറഞ്ചൊക്കെ കളറിൽ വരുന്ന ഒരു ഫ്ലവറാണ് ഇതിൻ്റെ. ഇതെനിക്ക് റോഡ് സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ഓരോ ഭാഗത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ കമ്പുകൾ കൊണ്ടുവന്ന് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അധികം വലുതായിട്ടില്ല, എന്നാലും അതിൽ ഇതേ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മഴയത്തിരിക്കുന്ന കാരണം തന്നെ പൂക്കളൊക്കെ വരുന്നത് കൊഴിഞ്ഞു പോവാണ്. മഴയത്തിരുന്നാൽ കൂടി നമ്മുടെ കൊങ്ങിണിച്ചെടികൾക്ക് യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ. പുഴുക്കേടോ അതുപോലെ തന്നെ ചീച്ചലോ ഒന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ മഴയിലും എൻ്റെ ചെടികൾ മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുവരെ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. ക്രമേണ രോഗങ്ങളൊക്കെ കുറവുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ നമ്മുടെ കൊങ്ങിണി. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും നിലത്ത് ബുഷിയായിട്ടും നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. അധികം ഹൈറ്റ് വയ്ക്കാത്ത ഒരു വെറൈറ്റിയാണത്. ഇതൊരു യെല്ലോ കളറാണ്, ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടി കയറിയിട്ടുണ്ട് ഇതിൽ.
ഇതിൽ നിറയെ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് പ്രൂൺ ചെയ്തപ്പോൾ. അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുമുണ്ട്. ഒരുപാട് കാലം നമ്മുടെ ഈ കൊങ്ങിണിച്ചെടികൾ കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വലിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മഴയൊക്കെ മാറി വെയിലൊക്കെ വരുന്ന സമയത്ത് അതിൽ നിറയെ പൂക്കളുണ്ടാവും. നല്ല ബുഷായിട്ട് തന്നെ അത് കാണാനായിട്ട് വളരെ ഭംഗിയാണ്. പിന്നെ നമ്മൾ ഒറ്റ കളർ തന്നെ ഒരു ചട്ടിയിൽ നടാണ്ട് പല കളറുകൾ ഒരുമിച്ച് നടുകയാണെങ്കിൽ അത് ബുഷായിട്ട് വളർന്നു വന്ന് അതിൽ പൂക്കളിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കട്ടോ. പ്രൂണിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും. ഹാർഡ് പ്രൂണിങ് എന്ന് പറയുമ്പോൾ മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കടയോട് കുറച്ച് കയറ്റിയിട്ട് വെട്ടി നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നതിനെയാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയാം. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ഇലയോ താഴ്ത്തി വെട്ടുന്നതിനെയാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുക. ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്ത എൻ്റെ ചെടിയിൽ നിറയെ ശാഖകൾ വന്നിരിക്കണതാണ് കേട്ടോ. ആ ശാഖകളിൽ ഇപ്പോൾ മുട്ടുകളൊക്കെ വന്ന് നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റും മഴയുള്ള സമയമായ കാരണമാണ് കേട്ടോ പൂക്കൾ കുറവ്. അപ്പോൾ ഈ മഴയൊക്കെ മാറി നല്ല വെയിലാവുമ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഒരുപാട് ഹൈറ്റും വെച്ച് പോവില്ല, നല്ല ബുഷായിട്ട് തന്നെ ചെടി വന്നിട്ടുണ്ട്. ആ വന്ന ചെടികൾ തൈകളിലെല്ലാം പുതിയ മുട്ടുകളും വന്ന് നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ഗാർഡനിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ട് മേടിച്ച് വെക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ കൊങ്ങിണിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ. ചെറിയ പൂക്കൾ ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നത്, അത് പല കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡന്. അതേപോലെ ഇതിൻ്റെ കയറിങ്ങും വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒരു കയറിങ് ചെയ്തില്ലെങ്കിലും ഇത് നന്നായിട്ട് വളരുകയും അതേപോലെ നന്നായിട്ട് പൂവിടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ കൊങ്ങിണി ചെടികളെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.